അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ടായി, ഹോയിസ്റ്റിംഗ് എന്നുള്ള കാര്യം. ആ ഹോയിസ്റ്റിംഗ് എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹോയിസ്റ്റിംഗ് പറയുന്നത് തൊട്ട് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോയി മസ്റ്റായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ വീഡിയോസും ഞാൻ പ്രോപ്പറായി പറയുന്ന ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെയില്ല, അതും മനസ്സിലാവില്ല. അതായത് ഹോയിസ്റ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ വർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കോഡ് വർക്കാകുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഒരു കോംപ്ലിക്കേഷൻസ് ആണ് ശരിക്കും വെച്ചാൽ. അതായത് നമ്മൾ ചിലതിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില മീംസിലാവട്ടെ അല്ലെങ്കിൽ ചില വീഡിയോസിലാവട്ടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലതും പല രീതിയിലാണ് വർക്കാവുന്നത്. അപ്പോൾ എന്തിനാണ് ഇതിൻ്റെ ബാക്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോർ കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്ന തന്നെ ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടി. ചിലപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത റിസൾട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രെഡിക്റ്റ് ചെയ്യാത്ത റിസൾട്ടൊക്കെ നമ്മൾ കിട്ടുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്തായിട്ടില്ല, ജാവാസ്ക്രിപ്റ്റിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോർ ലെവൽ അതുകൊണ്ടാണ്, അഡ്വാൻസ് ലെവലിൽ തന്നെ പറയാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റും പിന്നെ എവിടെയാണ് മെമ്മറി സ്റ്റോർ ചെയ്യുക, വിഒ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായി കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മസ്റ്റായിട്ട് അത് കാണണം. വീണ്ടും വീണ്ടും പറയുന്നത് മസ്റ്റായിട്ട് കാണണം. എന്തുകൊണ്ട് കാണണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ എന്ത് ചെയ്യും ഒന്നും കൂടി പ്രോപ്പറായി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ഹോയിസ്റ്റിംഗ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹോയിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഹോയിസ്റ്റിംഗ് എന്താ, ഉയർത്തുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഹോയിസ്റ്റിംഗ്, ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുക, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഹോയിസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഉയർത്തുക. അതായത് ഇവിടെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് വേരിയബിൾ ഡിക്ലറേഷൻ അതുപോലെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഒക്കെ എന്ത് ചെയ്യും, ജാവാസ്ക്രിപ്റ്റിൻ്റെ ടോപ്പ് ലെവലിൽ കൊണ്ടുപോയി വെക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഹോയിസ്റ്റിംഗ്. അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ വാറിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാറിന് എന്തുണ്ടാവും, അൺഡിഫൈൻഡ് എന്നുള്ള വാല്യൂ ആയിട്ടും അത് കൊടുക്കുക. അതല്ല ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും, മീൻസ് ഫങ്ഷനെ വിഒയിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഫങ്ഷൻ ഡിക്ലറേഷനെ നമ്മളെന്ത് വിഒയിൽ സ്റ്റോർ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് തന്നെയാണ് ഹോയിസ്റ്റിംഗ്. ഹോയിസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഫങ്ഷൻ ഡിക്ലറേഷൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വേരിയബിൾസ്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓൾറെഡി ഇതെന്ത് ചെയ്യും, ടോപ്പ് ലെവൽ സ്കോപ്പ്, നമ്മൾ സ്കോപ്പ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രോപ്പറായി കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കോപ്പിൻ്റെ ഏറ്റവും ടോപ്പ് സ്കോപ്പിൽ പോയിട്ട് എന്ത് ചെയ്യും, മീൻസ് സ്റ്റോർ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, നമുക്ക് ഈ ഹോയിസ്റ്റിംഗ് എന്ന് പറയാം. അതായത് ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, നമ്മളിപ്പോൾ ഒരു JS ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പഴയ ബേസിക് കോഡിങ് പഠിക്കുന്ന അതേ ഫയലാണ്. ആ ഫയലിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ എഴുതി, ഫംഗ്ഷൻ ഞാനിപ്പോൾ ഒരു സാമ്പിൾ എന്നുള്ള ഒരു നെയിം കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ ഞാൻ console.logൽ വെൽക്കം ടു വെസ്ൽ എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, വെൽക്കം ടു വെസ്ൽ എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് സാമ്പിൾ എന്നുള്ള നോർമലി സാമ്പിൾ നിന്ന് കോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഈ കൺസോളിൽ കാണാൻ പറ്റും. ഇതാ വെൽക്കം ടു വെസ്ൽ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വെൽക്കം ടു വെസ്ൽ എന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല, കാരണം എന്താ, ഡിക്ലറേഷൻ ഉണ്ട്. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താലാണ് വെൽക്കം ടു വെസ്ൽ എന്നുള്ളത് കാണാൻ പറ്റുക അല്ലേ. ഇനി ഞാൻ നേരെ മറിച്ച്, നമുക്ക് നോർമലി ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്, ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് കോൾ ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ കോൾ ചെയ്തിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്കാവോ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നോർമൽ നിങ്ങളൊക്കെ ചിലവ് ചിന്തിച്ചിട്ടുണ്ടാവുക വർക്കാവൂല. നമുക്ക് എന്ത് ഇട്ട് നോക്കാം, ഫംഗ്ഷൻ്റെ ടോപ്പ് ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്തതിന് ശേഷമാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വർക്കാവുമോ എന്നുള്ളത് നോക്കാം. കണ്ടോ, വർക്കാവുന്നുണ്ട്, യാതൊരു മാറ്റമില്ല. വെൽക്കം ടു വെസ്ൽ എന്നുള്ളത് വർക്കാവുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് അത് വർക്കായി, കാരണം കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫംഗ്ഷൻ വർക്കാവുന്നത്, ശരിക്കും മീൻസ് സാമ്പിൾ എന്നുള്ളത് നോട്ട് ഡിഫൈൻഡ് അല്ല വരേണ്ടത്. കാരണം ഡിഫൈൻ ചെയ്യാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ വർക്കാവുന്നുണ്ട്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ പറയാം, ചിലത് എന്ത് ചെയ്യും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല,
കാരണം എന്താ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൻ്റെ, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നത് തൊട്ട് മുമ്പ് തന്നെ ഫങ്ഷൻ ഡിക്ലറേഷനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ? വി ഒ എന്നുള്ള എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൽ വി ഒയിൽ സ്റ്റോർ ചെയ്ത് വെച്ച്, വി എന്ന വേരിയബിൾ ഒബ്ജക്റ്റിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പ്രിൻ്റ് ആയതെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കോർ ലെവലിൽ പഠിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത്. ഇനി നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ തൽക്കാലം കമൻറ്റ് ചെയ്യാണ്. കമൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ഒരു വാർന്ന് എന്ന് എഴുതി എന് ഒരു അസൈൻ ചെയ്തു, 10 എന്നുള്ളത് അസൈൻ ചെയ്തു. അസൈൻ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? കൺസോൾ ഡോട്ട് ലോഗിൽ എ എന്നുള്ളത് പ്രിൻ്റ് ചെയ്താൽ നോർമലി എന്താവും? ഒരു 10 എന്നുള്ളത് ഇവിടെ പ്രിൻ്റ് ആവും അല്ലേ? 10 എന്നുള്ളത് പ്രിൻ്റായി. പക്ഷെ നേരെ മറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ബിഫോർ ഇനീഷ്യലൈസേഷൻ, അതിന് തൊട്ട് മുമ്പാണ് ബാർ ഞാൻ ഇവിടെ കോൾ ചെയ്താൽ എന്താ സംഭവിക്കുക? ഇപ്പൊക്കെ നിങ്ങൾ മൈൻഡിൽ പോയിട്ടുള്ള ഒരു ഉത്തരം യെസ്, അൺഡിഫൈൻഡ് എന്നുള്ളതാണ്. നോക്കിക്കഴിഞ്ഞാൽ അൺഡിഫൈൻഡ്. എന്തുകൊണ്ടാ ഇവിടെ അൺഡിഫൈൻഡ് ആക്കി? ഇവിടെ അൺഡിഫൈൻഡ് എന്ന് വെച്ചതിൻ്റെ കാരണം ഈ വാർന്ന വേരിയബിൾ, അതായത് വാറിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾ ഒക്കെ എന്ത് ചെയ്യും? സ്കോപ്പിൻ്റെ ടോപ്പ് ലെവലിൽ പോയി നിൽക്കും. അതാണ് ഹോയിസ്റ്റിംഗ്. ഇതിനാണ് ഹോയിസ്റ്റിംഗ് എന്ന് പറയുക. അതായത് ഓൾറെഡി എന്താണ് എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ്, അതായത് വി ഒയിൽ മെമ്മറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വി എക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? ഈ അൺഡിഫൈൻഡ് എന്നുള്ളത് പ്രിൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിലല്ല ഇനീഷ്യലൈസേഷൻ, അതായത് ഡിക്ലറേഷനും ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഫങ്ഷൻ ഡിക്ലറേഷനും വേരിയബിൾ ഡിക്ലറേഷനാണോ ആദ്യം നമ്മൾ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അൺഡിഫൈൻഡ് എന്ന വാല്യൂ കൂടി വെക്കും. പിന്നീടാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്, പിന്നീടാണ് വീണ്ടും റണ്ണാവും. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും റണ്ണാവും. ആ റണ്ണാവുന്ന ടൈമിലാണ് എക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നത്. ആ വാല്യൂ അസൈൻ ചെയ്ത വാല്യൂ ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക? ഇപ്പോൾ ഒരു കൺസോൾ ഡോട്ട് ലോഗിൽ നമ്മൾ എന്ന് പ്രിൻ്റ് ചെയ്താൽ അവിടെ 10 എന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ അൺഡിഫൈൻഡ് 10 എന്നുള്ള പ്രിൻ്റ് ആവും. മനസ്സിലായോ? അപ്പോൾ ശേഷം പ്രിൻ്റ് ചെയ്ത്, അതായത് ഇനീഷ്യലൈസേഷൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു വേരിയബിൾ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വർക്കാവും. കാരണം എന്താ? ഹോയിസ്റ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഹോയിസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയർ ആണ്. അതല്ലാതെ വേറെ എന്തോ ഒരു സംഭവം ചിന്തിക്കണ്ട, അതിൻ്റെ ഒരു ഡിഫോൾട്ട് ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഡിഫോൾട്ട് ആയിട്ടുള്ള ബിഹേവിയർ എങ്ങനെ വർക്കാവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലായിട്ടുണ്ടാവും. അതായത് വീണ്ടും ഒന്നും കൂടി ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. അതായത് ഡിക്ലറേഷൻസ്, ഫങ്ഷൻ ഡിക്ലറേഷൻസും പിന്നെ അതുപോലെ വേരിയബിളും എന്ത് ചെയ്യും? നമ്മുടെ കറണ്ട് എക്സിക്യൂഷൻ VO, അതായത് വേരിയബിൾ ഒബ്ജക്റ്റിലാണ്, മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിക്യൂഷൻ്റെ മുമ്പ് തന്നെ അതിനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇനീഷ്യലൈസേഷന് മുമ്പ് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേരിയബിളിൻ്റെ കേസിൽ അൺഡിഫൈൻഡ് ഒന്നും, ആ ഫങ്ഷൻ്റെ കേസിൽ എന്ത് ചെയ്യും? അത് വർക്കാവും ചെയ്യും. അതിനുള്ളിൽ എന്താണുള്ളത് അത് വർക്കാവും ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അത് ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം നമ്മൾ എന്ത് ചെയ്തത്? ഒരു ഫങ്ഷൻ ഡിക്ലറേഷൻ നടത്തി എന്നിട്ടാണ് കോൾ ചെയ്തത്. നേരെ മറിച്ച് കോൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫങ്ഷൻ ഡിക്ലറേഷൻ നടത്തുമ്പോഴും അവിടെ വർക്കായി. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റിൽ റൺ ചെയ്യുമ്പോൾ, ഒരു ഫയൽ റൺ ചെയ്യുമ്പോൾ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ആവും. ഡിഫോൾട്ടാണ് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ആദ്യം, അതായത് ഈ പറഞ്ഞ വേരിയബിൾ ഡിക്ലറേഷൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫങ്ഷനൊക്കെ ഹോയിസ്റ്റ് ചെയ്യും. ഹോയിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോഴുള്ള സ്കോപ്പിന് ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്യും? ടോപ്പ് സ്കോപ്പിൽ അതിനെ എന്ത് ചെയ്യും? കൊണ്ടുപോയി വെക്കും. ദാറ്റ് മീൻസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യും? ഒരു VO എന്ന് പറഞ്ഞിട്ടൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇവിടെ VO എന്നുള്ള ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ആവും. ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്? ഇതെന്താണ്? ഇത് ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ആണ്. ഇതാണ് VO. ഓക്കെ, VO. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഫങ്ഷൻ ഡിക്ലറേഷൻ സ്റ്റോർ ആവുന്നത്. അതുപോലെ തന്നെ വേരിയബിൾ ഡിക്ലറേഷൻ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. വേരിയബിൾ എന്ത് ചെയ്യും? വേരിയബിളിന് ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു? var a എന്ന് പറഞ്ഞിട്ടാണ് അസൈൻ 10 കൊടുത്തപ്പോഴാണ് 10 നമുക്ക് എന്ത് ചെയ്തത്? കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇത് റൺ ആവുമ്പോൾ എന്ത് ചെയ്യും? വേരിയബിൾ ഡിക്ലറേഷൻ അതുപോലെ തന്നെ ഫങ്ഷൻ ഡിക്ലറേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യും? VOയിലിടുമ്പോൾ അപ്പോൾ വേരിയബിളിന് ഡിഫോൾട്ടായിട്ട് എന്ത് കൊടുക്കും? അൺഡിഫൈൻഡ് എന്നുള്ള വാല്യൂ കൊടുക്കും. ഓക്കെ, അൺഡിഫൈൻഡ് എന്നുള്ള വാല്യൂ കൊടുക്കും. പിന്നെ നേരെ മറിച്ച് ഫങ്ഷൻ ഡിക്ലറേഷനെ നേരെ അങ്ങനെ തന്നെ പോയിടും.
അപ്പോൾ എന്താണ് ഫംഗ്ഷൻ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സാമ്പിൾ എന്നാണ് ഫംഗ്ഷൻ കൊടുത്തത്. അപ്പോൾ ഫംഗ്ഷൻ സാമ്പിൾ എന്നുള്ളത് ഇവിടെ അതേപോലെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിലാണല്ലോ. അപ്പോൾ ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ, ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇവിടെയുള്ള മെമ്മറിയിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ മെമ്മറിയിലാണ് എന്തുണ്ടാവുക? ഈ പറഞ്ഞ ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ പോയി ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മെമ്മറിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. മെമ്മറിയിൽ ഉണ്ട്, മെമ്മറി ഉണ്ടാവും, എന്ത് ചെയ്യും? നേരെ അത് പോയിട്ട് പ്രിൻ്റ് ആവും. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സ്റ്റാക്കിൽ എന്ത് ചെയ്യും? പ്രിൻ്റ് ആവും. ഓക്കെ, ആ സ്റ്റാക്കിൻ്റെ കേസൊക്കെ പിന്നെ പറയാം. അതിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഇത് സ്റ്റോർ എവിടെ ഉണ്ട്? മെമ്മറിയിലുണ്ട്. മെമ്മറിയിൽ ഉണ്ടാകുമ്പോൾ ആ മെമ്മറിയിൽ എന്താണോ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്താണോ ഉള്ളത് അത് നേരെ പോയി എന്ത് ചെയ്യും? നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. പിന്നുള്ളതോ, പിന്നെ ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗിൽ എന്ത് ചെയ്തു? എ എന്നുള്ളതിനെ പ്രിൻ്റ് ചെയ്യാൻ നോക്കിയാൽ എൻ്റെ വാല്യൂ ഇപ്പോൾ വിഒയിൽ എന്താ ഉള്ളത്? വിഒയിലുള്ളത് അൺഡിഫൈൻഡ് ആണ്. അതായത് ഇനീഷ്യലൈസേഷൻ്റെ മുമ്പ് ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മെമ്മറിയിൽ എന്താണോ ഉള്ളത് അത് വന്ന് എന്ത് ചെയ്യും? അതും പ്രിൻ്റ് ആവും. അപ്പോഴാണ് അൺഡിഫൈൻഡും അതുപോലെ തന്നെ ഫംഗ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് പ്രോപ്പറായി മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നീട് ഇവിടെ കുറേ കേസസ് വരുന്നുണ്ട്, സ്റ്റാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ കോൾസ് ബാക്ക് ക്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് പഠിപ്പിച്ചു തരാം. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ക്രിയേഷൻ ഫേസിൽ ഇപ്പോൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വിഒയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഗ്ലോബൽ എക്സിക്യൂഷൻ കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ വേരിയബിൾസും ഫങ്ഷൻസ് ഡിക്ലറേഷൻസും എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. വേരിയബിൾ ആണെങ്കിൽ അൺഡിഫൈൻഡ് എന്നാണ് എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. ഫംഗ്ഷൻ ഡിക്ലറേഷൻ അതുപോലെ തന്നെ അവിടെ എന്ത് ചെയ്യും? വിഒയിൽ ഉണ്ടാവും. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്ത് ചെയ്യും? പ്രിൻ്റ് ആവും. നേരെ വെച്ച് വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ വാറിൽ ഡിക്ലെയർ ചെയ്ത വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും? അൺഡിഫൈൻഡ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം വരുന്നുണ്ടാവും, അപ്പോൾ ലെറ്റിലും വാറിലും കോൺസ്റ്റിലും ഒക്കെ ചെയ്താൽ അത് വർക്ക് ആവൂലേ എന്ന്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ അടുത്തായിട്ടാണ് ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ പറയാം. ലെറ്റും കോൺസ്റ്റിൻ്റെ കേസ് വേറെ തന്നെയാണ്. അത് ഹോയിസ്റ്റ് ആവുന്നുണ്ട്, പക്ഷേ അതിൽ കേസ് വേറെ തന്നെ, അതിൻ്റെ ഔട്ട്പുട്ട് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടും. അത് ഞാൻ എന്ത് ചെയ്യാം? അത് പിന്നീട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നീട് നമുക്കൊരു സംശയം കൂടി ഉണ്ടാവും, അതായത് ഫംഗ്ഷൻ ഓക്കെ, ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കോൾ ചെയ്തു, അപ്പോൾ വർക്കായി, അതൊക്കെ ഓക്കെ, കൺസെപ്റ്റൊക്കെ ഓക്കെയാണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇനി ഫംഗ്ഷൻ എക്സ്പ്രഷൻ്റെ കേസെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ? ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പോയി കാണാം. ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താ വെച്ചാൽ ഒരു ബേസിക്കായി പറയുകയാണെങ്കിൽ ഒരു വേരിയബിൾ ഉണ്ടാവും. ആ വേരിയബിളിലാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അതായത് നെയിം ഇല്ലാത്ത ഫംഗ്ഷൻ, നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ ഇല്ലേ, അനോണിമസ് ഫംഗ്ഷൻ എഴുതി അതിനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിളിനെ നമ്മൾ ബിഫോർ ഡിക്ലറേഷൻ നമ്മൾ എന്ത് ചെയ്തു? കോൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവൂലേ എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കുക. അവിടെയും എന്താണ് ഈ പറഞ്ഞ ഹോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഹോസ്റ്റിംഗ് ആണോ, അതായത് ഫംഗ്ഷൻ വർക്കാവോ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് കാണിക്കോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. കാരണം എന്താ? അതൊരു വേരിയബിളാണ്. അപ്പോൾ വേരിയബിളായിട്ടാണ് കണക്കൂട്ടുക, ഫംഗ്ഷനായി കണക്കൂട്ടുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അത് വേരിയബിൾ തന്നെ ആയിട്ടാണ് കണക്കൂട്ടുന്നത്. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.